ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ കൂട് നോക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആറ്റിൽ നമ്മുടെ ബോക്സ് കൂട് കുറച്ച് തീറ്റയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കണം. ഇന്നലത്തെ നല്ല മഴയായിരുന്നു കേട്ടോ. കണ്ടത്തിൽ കൊയ്ത്ത് തീർന്നിട്ടില്ല, കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നല്ല മഴയുണ്ട്. അപ്പോൾ ഈ മഴയുള്ള സാഹചര്യത്തിൽ നമ്മൾ കൂട് വെച്ചാൽ മീൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വലയിട്ടപ്പം നമ്മളിപ്പോൾ കൂട് വെച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒരു 4-5 മഞ്ഞക്കൂരി കിട്ടിയായിരുന്നു. മഞ്ഞക്കൂരിയാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന അത്തരം തീറ്റകൾ ഇടുമ്പോൾ. കണ്ണിലെന്തോ പോയി. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരല്, കുറുവ, തൂളി പോലുള്ള മീനുകളുടെ സീസണും കൂടിയാണ്. മഞ്ഞക്കൂരി അങ്ങനെ അധികം കിട്ടാറില്ല. അന്ന് വലയിട്ടുകൊണ്ട് മഞ്ഞക്കൂരി കിട്ടിയതുകൊണ്ട് നമ്മൾ മഞ്ഞക്കൂരി കിട്ടുമോ എന്നറിയാനും കൂടിയാണ് നമ്മൾ കൂട് വെച്ചത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് നമുക്ക് ആ കൂട് പോയി നോക്കാം. ഇത് മഴ പെയ്ത വെള്ളമാണ് കേട്ടോ. ഹായ്, വാടാ ലൂക്ക, വാടാ, വാ, എടാ വാടാ. വെള്ളത്തിൽ ചാടിയാലേ വരുള്ളൂ, രക്ഷിക്കാനേ വരുന്നുണ്ടല്ലോ. നമ്മളെപ്പോൾ വെള്ളത്തിൽ ചാടി കുളിക്കാൻ ചെന്നാലും ഇവൻ വന്ന് കടവിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. കാരണം നമ്മളെ കണ്ട് വെള്ളത്തിൽ പോയി ചാകാൻ പോവാന്നുള്ള രീതിക്കാണ് ആള് കടന്ന് ബഹളം വെക്കുന്നത്. ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് കൂന പോലെ മീൻ കിട്ടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കറിക്കുള്ള കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും. മഴക്കാറുണ്ട് കണ്ടോ, പകല് പോലും നല്ല കാറുണ്ട്. പെയ്ത പണിയാ. കൊയ്ത് കയറിയാൽ മതിയായിരുന്നു. എത്ര നാളത്തെ കഷ്ടപ്പാടാ. കൊയ്ത്ത് മിഷൻ വരുമെന്ന് പറഞ്ഞ ഡേറ്റിലൊന്നും വന്നില്ല. 3 ദിവസം ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആമ്പലിന്റെ ചുവട്ടില്ല ഒരെണ്ണം ഉള്ള. അമ്പലിന്റെ തണ്ടയില ഒരെണ്ണം കെട്ടിയിട്ടേക്കുന്നേ. ഇവിടെയോ? ആമ്പത്തണ്ടയിൽ അതിന്റെ കയറ് കാണും. കണ്ടോ? കണ്ടില്ലേ? അനി പാളിയോ? കണ്ടില്ല. ഇല്ല, ഇവിടെ ഉണ്ട്. അണ്ണാ, കരിമീൻ വീശാൻ വന്നതാണോ? എന്നിട്ട് എവിടെ കുത്തിയേക്കുന്നേ? ഒന്നുള്ള ലക്ഷണമില്ല. നാലഞ്ച് പരലുണ്ട്. എടുക്കട്ടെ? എടുത്തോ. രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ. പരലെങ്കിൽ പരലല്ലേ പോരെ, കറിക്ക് പോരെ. അപ്പൊ ഇത് നമുക്ക് ഇടാം. 2 എണ്ണം കൂടെ ഉണ്ട്. ആദ്യത്തത് 4-5 പരലിൽ അവസാനിച്ച്. ഇതാണോ 4-5? ഓ,
സോറി, കൃത്യമായിട്ട് എണ്ണം എടുത്ത് പറയണോ സാറേ? വേണം. അവനെ ഏതെങ്കിലും ഒരു കൂട്ടിൽ നോക്കണം, നിറഞ്ഞു കിടക്കുന്ന പോലെ കാണും. മഞ്ഞക്കൂരി ആയാലും എന്ത് മീനായാലും ലാസ്റ്റത്തെ കൂട് പൊക്കി തിരുന്നേരം വരെ ശുഭപ്രതീക്ഷ വെക്കാമല്ലോ. അത് വെക്കാം. ഈ കാടിന്റെ സൈഡിലൊരെണ്ണമുണ്ട്. ഇതാ കടയിൽ ഇങ്ങോട്ട് സ്വല്പം മാറിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ അടിയില്ല. പൊക്കാൻ പറ്റുമോ? പിന്നെ പൊക്കാം. വെള്ളം മറിക്കല്ലേ അങ്ങോട്ട്. ശരി, വെള്ളമൊന്നും മറിയത്തില്ല ഒച്ച. വെള്ളം മറിഞ്ഞാലോ എന്നാ? ഞാൻ വെള്ളത്തിൽ പോവല്ലോ. അതൊന്നുമില്ലെന്ന് തോന്നുന്നു. കൂട് മറിഞ്ഞു കിടക്കാന്ന് തോന്നുന്നു. ഓ, 5-6 ചെറിയ പള്ളത്തി കിടപ്പുണ്ട്. കിടക്കട്ടെ. 5-6 4 പള്ളത്തി. അടുത്ത് നോക്കാം. അടുത്തത് എവിടെയാ? അടുത്താണ്ട് അവിടെ അങ്ങോട്ട് മാറി. പ്രതീക്ഷ പോയി. ഒരു പ്രതീക്ഷ പോയി. ഒന്നുമില്ല മോനെ, ഒന്നെങ്കിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം. ഇവിടെയാണോ? ഇതാ. ഇത് കുറ്റി കൊണ്ടുവന്ന് കുത്തിയതാണോ? അല്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നേ. നേരത്തെ ചൂണ്ട കെട്ടാൻ നേരത്തെ ഒഴുകി വന്നൊരു കമ്പ് വെട്ടി കുത്തിയതാ, കുറേ നാൾ മുമ്പ്. മീനുണ്ടെന്ന് തോന്നുന്നു. എന്തോ എന്നെ കളിയാക്കിയായിരുന്നല്ലോ. ഇതുകൊണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മോനെ പരലാണല്ലോ. പരലെങ്കി പരല്, കറയ്ക്ക് മീൻ കിട്ടാന്നുള്ളതായിരുന്നു. നോക്കിയാണോ, 3 കിലോ പരലുണ്ട്. ഓ, പ്രിയ സുഹൃത്തുക്കളതെ കൂട് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതെ ഇതുണ്ടോ, ഏതെങ്കിലും ഒരു കൂട്ടി മീൻ കിട്ടുമെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പരലാണ്. തേങ്ങ അരച്ച് ഇച്ചിരി മാങ്ങായിട്ട് കറി വെച്ചാൽ അടിപൊളിയാണ്. ഇത് കൊയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട്, അല്ലെങ്കിൽ ഒരു മാങ്ങ ചമ്മന്തി അരച്ച്, അല്ലെങ്കിൽ ഒരു മുളക് ചമ്മന്തി അരച്ച് കൊയ്ത്തിൻ്റെ ഇടവേളകളിൽ മണ്ടയിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവപ്പെടുമ്പോഴാണ് ഭക്ഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അനുഭവപ്പെടുക. നന്നായിട്ട് ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്ത് ഇത്തരം നാടൻ വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ, ഒരു വൈബ് ഒക്കെ വേറെയാണ്. അപ്പോൾ അതേ അത്തരം അനുഭവങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം വിരള ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് കറി വെക്കണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതുണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. നല്ല തുള്ളിത്തുളുമ്പുന്ന പൂവാലിപ്പരൽ.
ഞാൻ കൂടെ ഒരു 3-3.5 കിലോ മീൻ കാണും. 3 കിലോ കഷ്ടി മതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ നാട്ടിൽ ഈ പരലിന് കിലോയ്ക്ക് എത്ര രൂപ കിട്ടും എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ അറിവായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ അങ്ങേയറ്റം പോയാൽ 100 രൂപ 120 രൂപ കൂടുതൽ പരലിന് വില കിട്ടൂല. അത് കൂടുതൽ കിട്ടുന്ന സമയങ്ങളാണെങ്കിൽ അത് 50 തൊട്ട് തുടങ്ങും വില. ചീപ്പ് റേറ്റുള്ള മീനാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. കറി വെക്കണേ, തലയാട്ടിയാ പോരാ. വെക്കും. പോവാം. പോകാം.